മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. വലിയ വലിയ പദ്ധതികളുമായാണ് ഇപ്പോൾ നമ്മുടെ ഒനിയിലും ഷാനവാസുമൊക്കെ വന്നിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ ടാസ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഇന്ന് രാവിലെ തന്നെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നല്ലോ. നെവിനെ ഓറഞ്ച് ഫാക്ടറിയുടെ ഉടമയിൽ നിന്നും മാറ്റി ആ സ്ഥാനം നമ്മുടെ ഷാനവാസിന് നൽകിയിരിക്കുകയാണ്. കൂടാതെ മാംഗോ ഫാക്ടറി എന്നൊരു ഫാക്ടറി പുതുതായി തുടങ്ങി. അതിലേക്ക് നമ്മുടെ ആര്യനെയും എല്ലാവരും കൂടി തിരഞ്ഞെടുത്തു. ഇന്നലെ ആസൂത്രണം ചെയ്ത പദ്ധതികളെല്ലാം വെറുതെ ആയിരിക്കുകയാണ്. അപ്പോൾ പുതിയ പദ്ധതികളുമായി വന്നിരിക്കുകയാണ് ഒനിയിൽ ഷാനവാസിനോട് പറയുന്നത് ആര്യന് ബോട്ടിലൊന്നും കിട്ടരുത്. കാരണം ആര്യന് ബോട്ടിൽ കിട്ടിയാൽ അത് എങ്ങാനും അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആര്യന് കോയിൻ കിട്ടും. ആര്യൻ ഉറപ്പായിട്ടും ആ കോയിൻ ജിസേലിനും അക്ബറിനും ആര്യനും ഒരുപോലെ വീതിച്ചെടുക്കും. അങ്ങനെ അവർക്ക് കോയിൻ കിട്ടിയാൽ അവർക്ക് നോമിനേഷൻ ഫ്രീ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആര്യന് ബോട്ടിൽ കിട്ടരുത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഇല്ല, ഒരിക്കലും ഞാൻ ആര്യന് ബോട്ടിൽ കൊടുക്കില്ല. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ബോട്ടിലും ഞാൻ കളക്ട് ചെയ്യും. ചളുങ്ങിയതാണെങ്കിലും കുഴപ്പമില്ലല്ലോ, ഞാൻ വാങ്ങിക്കും. എന്നിട്ട് തരുന്നവരോട് കോയിൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ബോട്ടിലും എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ബോട്ടിലും ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഒനിയിൽ പറയുന്നത് എന്തായാലും അക്ബറും ജിസയിലും ആര്യൻ്റെ അടുത്തായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. അത് പിന്നെ നമ്മൾ പേടിക്കണ്ട. ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി അനുമോളുടെ അടുത്തെത്തുമ്പോൾ അനുമോൾ എന്തായാലും അത് ആര്യനായതുകൊണ്ട് റിജക്റ്റ് ചെയ്ത് കളഞ്ഞോളും. ആ കാര്യം എന്തായാലും അനുമോൾ നോക്കിക്കോളും. എങ്കിലും മാക്സിമം ആര്യന് ബോട്ടിൽ കിട്ടാതെ തന്നെ നമ്മൾ നോക്കണം. അതുകൊണ്ട് ഷാനവാസ് മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും അപ്രൂവായി കോയിൻ കിട്ടിയാൽ അത് താൻ ആർക്കും വീതിച്ചു കൊടുക്കണ്ട, താൻ തന്നെ കയ്യിൽ വെച്ചോ. തനിക്കപ്പോൾ നോമിനേഷൻ ഫ്രീ ആകാം. ഇനി തനിക്ക് ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കണമെങ്കിൽ തൻ്റെ ഇഷ്ടത്തിന് വീതിച്ചു കൊടുത്താൽ മതി. അതായത് തൻ്റെ അടുത്ത് ആരെങ്കിലും കൂടുതൽ ബോട്ടിൽ വരികയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ 1-2 കോയിനൊക്കെ കൊടുത്തു. അത് തൻ്റെ മാത്രം ഇഷ്ടമാണ്. മാക്സിമം താൻ തൻ്റെ കയ്യിൽ തന്നെ കോയിൻ വെച്ചോ. ഈ ഒനിൽ ഷാനവാസ് പദ്ധതിക്ക് സപ്പോർട്ടായിട്ട് ആദിലയും നൂറയും ഉണ്ട്. കാരണം ഇവർക്കെല്ലാവർക്കും ആര്യനും ജിസേലിനും അക്ബറിനും കോയിൻ കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ ആകാൻ പാടില്ല എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇന്നലെ വരെ ആദിലയും നൂറയും പദ്ധതി ഇട്ടിരുന്നത് ഇന്ന് ഈ ടാസ്ക് കുളമാക്കണമെന്നാണ്. ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഫാക്ടറി ഉടമ ഷാനവാസ് ആയതുകൊണ്ട് മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്ത് ഷാനവാസിൻ്റെ കൊടുക്കാം എന്നുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും. എന്തായാലും ടാസ്ക് കുറച്ച് കഴിഞ്ഞ് ലൈവിൽ സ്റ്റാർട്ട് ചെയ്യും. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.